വീടിൻ വിളക്കു വീട്ടമ്മ. നിർവചനങ്ങൾക്ക് അതീതമായ സ്നേഹം കൊണ്ട് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത സാന്നിധ്യം, എന്നും മനസ്സിൻ്റെ നിറനാഴി നിറഞ്ഞു കവിയുന്ന വാത്സല്യത്തിൻ്റെ നിറകുടം, ഒരിക്കലും നിലയ്ക്കാത്ത താരാട്ടുപാട്ടിൽ ഹൃദയവേദന മറന്നുപോയവൾ, കനിവിൻ്റെ കണ്ണുനീർ കടവിലും പ്രതീക്ഷയോടെ കടത്തുവഞ്ചി തുഴഞ്ഞവൾ. ഇങ്ങനെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ചിത്രങ്ങൾക്കും കഥകൾക്കും ആശയങ്ങൾക്കും ഒരിക്കലും ഒതുക്കി നിർത്താനാകാത്ത അമ്മ എന്ന രണ്ടക്ഷരങ്ങളിൽ നിറയുന്നത് ലോകത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളാണ്. മാതൃസ്നേഹത്തിൻ്റെ ഓർമ്മ പുസ്തകങ്ങളിൽ നിന്ന് ജീവിത നൊമ്പരങ്ങളിൽ ചാലിച്ച് ഹൃദയം കൊണ്ടെഴുതിയ കവിത ജീവിതം കൊണ്ട് ദൃശ്യവൽക്കരിച്ചപ്പോൾ അത് ഹൃദയത്തിൻ്റെ ചുവരിൽ എന്നും ചില്ലിട്ട് സൂക്ഷിക്കാൻ മലയാളിക്ക് ഒരു അനുഭവ ചിത്രമായി മാറുകയായിരുന്നു. ഈ അടുത്തൊരു കഥ കേട്ടു. കാമുകിയുടെ ആവശ്യപ്രകാരം സ്വന്തം അമ്മയുടെ ഹൃദയം ചോദിക്കുന്നൊരു മകൻ്റെ കഥ. അമ്മയോട് തൻ്റെ കാമുകിക്ക് അമ്മയുടെ ഹൃദയം വേണമെന്നും അത് ഉടൻ തന്നെ നൽകണമെന്നും മകൻ ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ, പുറത്ത് പ്രകടിപ്പിക്കുന്ന സന്തോഷത്തോടെ, എന്നാൽ പുറത്ത് പ്രകടിപ്പിക്കാൻ കഴിയാത്ത അല്പം വിഷമത്തോടെ അമ്മ സമ്മതിക്കുന്നു. അങ്ങനെ അമ്മയെ കൊന്ന് അമ്മയുടെ നെഞ്ചു പിളർന്ന് മകൻ സന്തോഷത്തോടെ ആ ഹൃദയവും എടുത്തുകൊണ്ട് കാമുകിയുടെ അടുത്തേക്ക് പായുകയാണ്. പോകുന്ന വഴിക്ക് അറിയാതെ അവൻ്റെ കാലിൽ ഒരു മുള്ളു തറയ്ക്കുന്നു. അവൻ്റെ കയ്യിലിരുന്ന് അമ്മയുടെ ഹൃദയം അറിയാതെ പിടച്ചു പോകുന്നു. ആ ഹൃദയം ചോദിക്കുകയാണ്, അയ്യോ മകനെ, നിന്റെ കാല് നൊന്തോ? നിനക്ക് ആ മുള്ളു കൊണ്ടിട്ട് മുറിവ് പറ്റിയോ എന്ന്. ഇതുപോലെ ഒരു അമ്മയുടെ മാതൃത്വ ഭാവം അല്ലെങ്കിൽ ത്യാഗമനോഭാവമൊക്കെ തെളിയിക്കുന്ന ഒരുപാട് കഥകൾ, വാത്സല്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ ഒക്കെ ഒരുപാട് കഥകൾ, പാട്ടുകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഈ കഥകളും പാട്ടുകളും ഒക്കെ അറിയാതെങ്കിലും നമ്മുടെ മനസ്സിലൊരു ചോദ്യവും ഉണർത്താറുണ്ട്. അമ്മ നമുക്ക് നൽകിയ, സ്വന്തം അമ്മ നമുക്ക് നൽകിയ സ്നേഹത്തിൻ്റെ ഒരളവെങ്കിലും നമുക്ക് തിരിച്ചു നൽകാനായോ? അമ്മയോട് പൂർണ്ണമായും നീതി പുലർത്താനായോ എന്ന്. ഈ അടുത്ത കാലത്ത് വളരെയധികം ശ്രദ്ധിക്കപ്പെട്ട, നമ്മുടെ മനസ്സിനെയൊക്കെ അങ്ങേയറ്റം സ്പർശിച്ച ഒരു ആൽബമുണ്ട്, അമ്മ എന്ന പേരിൽ തന്നെ. മകന് ആഹാരം ഉണ്ടാക്കി കൊടുക്കാൻ അതിനുവേണ്ടി കഷ്ടപ്പെടുന്ന ഒരമ്മ, അവസാനം ആ അമ്മ മരിച്ചു വീഴുന്ന ഒരു രംഗം, ആ രംഗത്തിലാണ് ആ ആൽബം അവസാനിക്കുന്നത്. പെറുക്കാനര വെള്ളത്തിലാലയുന്നൊരമ്മേ, നിന്റെ ഓട്ടിൽ വറക്കാനൊരു പിടി താള് തടഞ്ഞില്ലേ അമ്മേ. 7:30 മൂന്തിക്കു ചൂട്ടിൻ വെളിച്ചം കാക്കുന്നു മക്കൾ, നിന്റെ മുണ്ടിൻ മടിയിലൊരു പിടി താള് കേറിയോടി പെണ്ണേ. വറുത്തു കുത്തിയ കഞ്ഞിക്കു വേണ്ടി ദാഹിച്ചു മക്കൾ തൻ കുഞ്ഞു വയറിൻ്റെ തേങ്ങലു കേട്ട് മണ്ണു കരഞ്ഞേ. 6-7 മക്കൾ തന്നെയും കാത്ത് കൂരയിലുണ്ടേ. ഓർക്കുമ്പോ ചങ്ക് പൊടിയുന്ന അമ്മയെ നിങ്ങൾ കണ്ടോ? സൂര്യൻ പടിഞ്ഞാറ് ചായുന്നതു കണ്ടു കണ്ണു നിറഞ്ഞേ. ഈ നേരമത്രയും ഒന്നും തടഞ്ഞതുമില്ലെൻ്റെ പൊന്നേ. വെള്ളക്കുഴിയിലേന്തി വലിയുന്ന അമ്മയെ കണ്ടോ നിങ്ങൾ? നെന്മണിക്കോർക്കാൻ കണ്ണു മുനപ്പിച്ച അമ്മയെ കണ്ടോ?
കൂട്ടം വരകിയ പാടങ്ങളാണെൻ്റെ മുമ്പിൽ. നെൽക്കതിരൊന്നുമെൻ കണ്ണിൽ തടഞ്ഞതുമില്ലെൻ്റെ പൊന്നേ. കാലാമുറിക്കൊണ്ടു ദേഹം മുറിഞ്ഞതറിഞ്ഞില്ലയമ്മ. വിശന്നു തളരുന്ന മക്കളെയോർത്തു കരഞ്ഞതിനാല് പെറ്റൊഴിഞ്ഞ വയർ മക്കളെ കാണാൻ തള്ളുന്നതുണ്ടേ. കഞ്ഞിക്കൊരു മണി നെല്ലില്ല കയ്യിൽ മനസ്സു തടഞ്ഞേ. കഞ്ഞിക്കൊരു മണി നെല്ലില്ല കയ്യിൽ മനസ്സു തടഞ്ഞേ. തൻവയർ കൊത്തി വലിക്കും വിശപ്പിനെ തച്ചു തകർത്ത് തള്ളയെന്നുള്ളായുധം കൊണ്ടു എന്നും പോരു ജയിച്ചേ. ഇരുട്ടിൻ കനം തൂങ്ങി മൂക്കു കുത്തുന്ന അമ്മയെ കണ്ടോ. കയ്യിൽ തടഞ്ഞ പിടിത്താളുമായി കരേറുന്നതുണ്ടേ. ചാരത്തു കണ്ട പറമ്പിനൊരു പിടി ചൂട്ടുമുരിഞ്ഞ് തോട്ടിൻ കരയിലെ കൂരയിൽ നിന്നും കത്തിച്ചോടുന്നുണ്ടേ. കണ്ണു പറിച്ചെറിഞ്ഞാതി പിടിച്ചു നിൽക്കുന്ന മക്കൾ മുമ്പിൽ പിടിത്താള് ഇട്ട് മെതിച്ചു ചേറ്റിയെടുക്കുന്നതുമുണ്ടേ. പിന്നെയൊരോട്ടയുള്ളോട്ടിൽ വറുത്ത് ചൂടോടിറക്കി മൂടോടെ തള്ളിയ പൊട്ടാമരയുരൽ തന്നിലിടിച്ച് വക്കുകൾ പൊട്ടിയിഴ പൊളിഞ്ഞുള്ള മുറത്തിൽ ചേച്ചി. കല്ലൊപ്പം നെല്ലും തിരിഞ്ഞുള്ളരിമണി മക്കൾക്കു നീട്ടി. കല്ലൊപ്പം നെല്ലും തിരിഞ്ഞുള്ളരിമണി മക്കൾക്കു നീട്ടി. കഞ്ഞു നാം വയ്ക്കും കലത്തിലു വെള്ളമടുപ്പത്ത് ഏറ്റി. ഈ അരിയൊന്ന് തിളപ്പിച്ചിറക്കണം നിങ്ങളും കേട്ടോ. എൻ്റെ കൈക്കാലും വിറച്ചു തളരുന്നു ഞാനെന്തു ചെയ്യും. ഇത്തിരി നേരം ഞാൻ തണ്ടല്ലു ചാച്ച് കിടക്കട്ടെ കേട്ടോ. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടുന്നു മക്കൾ. 3 കല്ല് കൂട്ടിയടുപ്പിൻ്റെ മൂട്ടിലിരുന്നേ. അരിയാരാവേവുന്നതും കാത്തിരിക്കുന്നു മക്കൾ. കത്തിയാളും വിശപ്പിനെയൊന്നു ഒതുക്കിയിരുത്താ. കയ്യും കാലും കൊച്ചി വലിച്ചു കിടക്കുന്നയമ്മ. കണ്ണു തള്ളി നാവു വരണ്ടു കിടക്കുന്നയമ്മ. വായു കിട്ടാതെ മക്കളെ ഏന്തി വിളിക്കുന്നയമ്മ. ഒച്ച തൊണ്ടയിൽ തട്ടിക്കുരുങ്ങി താഴോട്ടിറങ്ങി. നാവു പൊന്തുന്നതില്ലെന്നറിഞ്ഞ് വിങ്ങി
കരഞ്ഞ് ബോധമറ്റു കിടക്കുന്ന അമ്മയെ നിങ്ങൾ കണ്ടോ? മക്കളരവയർ കഞ്ഞി കുടിച്ചു ഉള്ളു തണുത്തു, ഒരിറ്റു വെള്ളമിറക്കിയില്ലമ്മ ഓർത്തവർ തേങ്ങി. അമ്മതൻ ഒച്ചയനക്കമോ കേട്ടില്ല താങ്ങായ മക്കൾ, ഓടുന്ന കാലിനു മുമ്പേ മനസ്സു കുതിച്ചു പറന്നു. ചത്തുമലച്ചു കിടക്കുന്ന അമ്മതൻ കണ്ണുകളല്ലോ മക്കൾ തൻ കാലിൽ ചങ്ങലയിട്ടു വരിഞ്ഞു തളച്ചു. മക്കളു കഞ്ഞി കുടിച്ചോ എന്നുള്ളൊരു തേങ്ങലും വേവും ചങ്കിലി തിങ്ങിയൊതുക്കിയിട്ടാണ് അമ്മ മരിച്ചേ. അന്തിച്ചു നിൽക്കുന്ന മക്കളെ തട്ടിയകറ്റി കടന്ന് ഒറ്റടി വെച്ചടക്കുന്ന ഈ ഉണ്ണിയോ തേങ്ങുന്നതെന്തേ? അമ്മതൻ നാടോടിച്ചിലുകളൊന്നും കേട്ടില്ല എന്ന്, അമ്മതൻ കണ്ണീരിനൊപ്പ് രുചിക്കാൻ കഴിഞ്ഞില്ല എന്ന്. അമ്മ എന്നെ പാടിയുറക്കാതുറങ്ങിയതെന്തേ? അമ്മയെ തട്ടി വിളിക്കുന്ന ഉണ്ണിയെ നിങ്ങളും കണ്ടോ? ഈ കാഴ്ച കണ്ട് അലറിക്കരയും കൂടെ പിറന്നോ? കനച്ചു മരവിച്ച അമ്മതൻ ചുണ്ടുകളെന്തോ പറഞ്ഞോ? മക്കളെ കഞ്ഞി വയറു നിറച്ചു കുടിച്ചുവോ നിങ്ങൾ? അമ്മയ്ക്ക് ഉള്ളു നിറഞ്ഞ് ഉറങ്ങണം തേങ്ങല്ല കേട്ടോ. ഈ അമ്മയ്ക്ക് ഉള്ളു നിറഞ്ഞ് ഉറങ്ങണം തേങ്ങല്ല കേട്ടോ. തീർച്ചയായും ഒരുപാട് പ്രേക്ഷകരെ ഒരുപാട് നേരം കരയിപ്പിച്ച, ഒരുപാട് ചിന്തിപ്പിച്ച ഒരു ആൽബം. ഈ ആൽബത്തിൻ്റെ പിന്നണിയിൽ പ്രവർത്തിച്ച, ഈ ആൽബത്തിൻ്റെ സൂത്രധാരനായ ഡയറക്ടറായ ശ്രീ സുജിത് സുന്ദറാണ് ഇന്ന് നമ്മുടെ അതിഥി. നമുക്ക് അദ്ദേഹത്തെ കൂടുതലായി പരിചയപ്പെടാം, ഈ ആൽബത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അനുഭവത്തെക്കുറിച്ചും അറിയാം. സ്വാഗതം സർ. നിർവചനങ്ങൾക്ക് അതീതമായ സ്നേഹം കൊണ്ട് ലോകത്ത് നിറഞ്ഞു നിൽക്കുന്ന അത്ഭുത സാന്നിധ്യം, എന്നും മനസ്സിൻ്റെ നിറനാഴി നിറഞ്ഞു കവിയുന്ന വാത്സല്യത്തിൻ്റെ നിറകുടം, ഒരിക്കലും നിലയ്ക്കാത്ത താരാട്ടുപാട്ടിൽ ഹൃദയവേദന മറന്നുപോയവൾ, കനിവിൻ്റെ കണ്ണുനീർ കടവിലും പ്രതീക്ഷയോടെ കടത്തുവഞ്ചി തുഴഞ്ഞവൾ. ഇങ്ങനെ അക്ഷരങ്ങൾക്കും വാക്കുകൾക്കും ചിത്രങ്ങൾക്കും കഥകൾക്കും ആശയങ്ങൾക്കും ഒരിക്കലും ഒതുക്കി നിർത്താനാകാത്ത അമ്മ എന്ന രണ്ടക്ഷരങ്ങളിൽ നിറയുന്നത് ലോകത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളാണ്. മാതൃസ്നേഹത്തിൻ്റെ ഓർമ്മ പുസ്തകങ്ങളിൽ നിന്ന് ജീവിത നൊമ്പരങ്ങളിൽ ചാലിച്ച് ഹൃദയം കൊണ്ടെഴുതിയ കവിത ജീവിതം കൊണ്ട് ദൃശ്യവൽക്കരിച്ചപ്പോൾ അത് ഹൃദയത്തിൻ്റെ ചുവരിൽ എന്നും ചില്ലിട്ട് സൂക്ഷിക്കാൻ മലയാളിക്ക് ഒരു അനുഭവ ചിത്രമായി മാറുകയായിരുന്നു.